എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ.ഡി. ഇന്നലെ ശബരിമലയിലെ 21 സ്ഥലങ്ങളിലാണ് അന്വേഷണം നടത്തിയത്. അവിടെ റെയ്ഡ് ചെയ്തത് 21 സ്ഥലം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോൾഡൻ ഓപ്പറേഷനാണ് ഇന്നലെ അവർ നടത്തിയത്. ഓപ്പറേഷൻ ഗോൾഡ് പരിപാടിയുടെ ഹണ്ടിങ് പരിപാടി ഇന്നലെയാണ് ഏറ്റവും വലുത് നടത്തിയത്. രാവിലെ 7 മണിക്ക് 21 സ്ഥലങ്ങളിലും ഒരേ സമയത്ത് എത്തുന്നു. എല്ലാവരുടെയും ഫോൺ മേടിക്കുന്നു. അതിനുശേഷം ലാൻഡ് ഫോൺ ആണെങ്കിൽ അത് കട്ട് ചെയ്യുന്നു. അതിനുശേഷം അവർക്ക് കത്ത് കൊടുക്കുന്നു. തുടർന്ന് അന്വേഷണം ആരംഭിക്കുന്നു. ഇന്നലെ രാവിലെ 7 മണിക്ക് ആരംഭിച്ചത് ഇന്ന് വെളുപ്പാങ്കാലം 4 മണിക്കാണ് അവസാനിച്ചത്. എത്ര മണിക്കൂറായിരിക്കും എന്ന് പറഞ്ഞാൽ ഏകദേശം 20 മണിക്കൂറിൽ കൂടുതൽ അന്വേഷിച്ചു. മാത്രമല്ല ദേവസ്വം ബോർഡിൽ ഇന്നും അന്വേഷണം തുടരുന്നുണ്ട്. ഇതിൽ കിളിമാനൂരുള്ള നമ്മുടെ പുളിമകത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് അന്വേഷിച്ചു. വെഞ്ഞാറമൂട്ടിൽ വലിയ കട്ടയ്ക്കാലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട് അന്വേഷിച്ചു. തിരുവനന്തപുരത്തുള്ള പേട്ടയിലുള്ള വാസുവിൻ്റെ വീട് അന്വേഷിച്ചു. ചങ്ങനാശ്ശേരിയിലുള്ള മുരാരി ബാബുവിൻ്റെ വീട്, ആറന്മുളയിലുള്ള പത്മകുമാറിൻ്റെ വീട്, വിജയകുമാറിൻ്റെ തിരുവല്ലത്തെ വീട്, കെ.പി. ശങ്കരദാസിൻ്റെ തിരുവനന്തപുരത്തെ വീട്, ഇങ്ങനെ ഓരോരുത്തരുടെയും വീട്. അതുപോലെ തന്നെ ബെല്ലാരിയിലെ ജുവലറി, സ്മാർട്ട് ക്രിയേഷൻ്റെ വീട്, ഭണ്ഡാരിയുടെ വീട്, ഗോവർദ്ധൻ്റെ ജുവലറി, ഭണ്ഡാരിയുടെ ജുവലറി, ഇങ്ങനെ തുടങ്ങി 21 സ്ഥലങ്ങളിലാണ് ഇന്നലെ ദേവസ്വം ബോർഡ് ഓഫീസിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തിയത്. 100 കണക്കിന് രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അനധികൃത സമ്പാദ്യത്തിൻ്റെ ആയിരക്കണക്കിന് രൂപ പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് സ്വർണത്തിൻ്റെ അംശങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇ.ഡിക്ക് ഇന്നലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനേക്കാൾ പ്രധാനം 13 പേരെയാണ് SIT അറസ്റ്റ് ചെയ്തതെങ്കിൽ SITയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇനി ഒരു 3-4 പേരുടെ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നമ്മുടെ ഒരു റീഡിംഗ് അനുസരിച്ച് കടകംപള്ളി സുരേന്ദ്രൻ, PS പ്രശാന്ത്, അതുപോലെ തന്നെ സോണിയാഗാന്ധി, അടൂർ പ്രകാശ്, ആന്റോ ആന്റണി, ഇങ്ങനെ കുറച്ച് പേരെ ചോദ്യം ചെയ്യുമായിരിക്കും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധമൊക്കെ വെച്ചിട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിൻ്റെ ഫോട്ടോ കൂടെ നിന്ന ഫോട്ടോയുടെയൊക്കെ കണക്ക് വെച്ചിട്ട് ഇവരെയൊക്കെ ചോദ്യം ചെയ്യുകയോ മൊഴിയെടുക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ അതിനപ്പുറം നീളാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇപ്പോൾ 35 പേരുടെ ഹിറ്റ് ലിസ്റ്റാണ് ഇ.ഡി. തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ 35 പേര്? അതിലിപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതുവരെ SIT കാണാത്ത അല്ലെങ്കിൽ SIT ഇതുവരെ കൈകാര്യം ചെയ്യാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയും വരാം. കാരണം അവരെ വീട്ടിലാണ് കുറച്ച് ദിവസം ഈ വിഗ്രഹമൊക്കെ കൊണ്ടുവച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ആ വീട്ടുകാരെ ചിലപ്പോൾ ഇതിനകത്ത് ലിസ്റ്റിൽ വരാം. എന്തായാലും 35 വീട്ടുകാരല്ല 35 പേരാണ് ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ചെറിയ ലിസ്റ്റ് അല്ല അത്. അപ്പോൾ 35 പേരടങ്ങുന്ന ലിസ്റ്റിൽ വലിയ അന്വേഷണമാണ് നടക്കുന്നത്. വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. കൊള്ള സംഘമാണ്. ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം 35 ഇനി അത് 41 ആവോ ഇല്ലെന്ന് മാത്രമേ അറിയാനുള്ളൂ. അപ്പോൾ ഇനി അതുപോലെ തന്നെ ആരെയൊക്കെ പിടിക്കുമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ലിസ്റ്റിലുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ ഇ.ഡി. കൃത്യമായി ചോദ്യം ചെയ്യും. അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ റിമാൻഡിൽ കൊണ്ടുപോകുമോ, കോടതിയിൽ കൊണ്ടുപോകുന്നൊക്കെ ഉള്ളത് വരാനിരിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ എല്ലാ സാധ്യതയുമുണ്ട്. സാധ്യതയല്ല, അവരെ ലിസ്റ്റിലുണ്ട്. PS പ്രശാന്തിനെ കൃത്യമായി ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ വാസവനെ അറസ്റ്റ് ചെയ്യാനോ വാസവനെ ചോദ്യം ചെയ്യാനോ ഉള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കൃത്യമായി മൊഴിയെടുക്കാം. മുഖ്യമന്ത്രിയിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. സോണിയാഗാന്ധിയിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അടൂർ പ്രകാശിൽ നിന്നും ആന്റോ ആന്റണി MP-യിൽ നിന്നും മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കുറേ പേരെ ചോദ്യം ചെയ്യലാകാം, കുറച്ച് പേരുന്ന മൊഴിയെടുക്കലാകാം. ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും രണ്ടാണല്ലോ. അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു വാങ്ങുന്നത് മൊഴിയും, ചോദ്യം ചെയ്യൽ കുറച്ചുകൂടി ക്രിട്ടിക്കായിട്ടുള്ള അടുത്ത സ്റ്റേജാണ്. അപ്പോൾ ഇതിൽ രണ്ടും നടക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ശബരിമല വിഷയം മറ്റൊരു ക്ലോസിലേക്ക് കയറുകയാണ്, മറ്റൊരു ക്യാൻവാസിലേക്ക് കയറിയാണ്. ഇതിനിടയിലാണ് SIT ഇന്ന് ശബരിമലയിൽ പോയി കട്ടളപ്പാളിയുടെ അളവും മറ്റു കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ISROയിലെ ഉദ്യോഗസ്ഥരുമായി. ISRO ഇന്നലെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് സമ്പൂർണ്ണമായി ആർക്കും മനസ്സിലായിട്ടില്ല, ഈ SITക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതിയിൽ അവർ കൊടുത്തപ്പോൾ കോടതി പറഞ്ഞു ഈ ISROക്കാരുമായിട്ട് കൂടെ ഇരുന്ന് ചർച്ച ചെയ്യണം. എന്നിട്ട് SIT അവരെയും കൂടി സാന്നിധ്യത്തിൽ ശബരിമല പോയി പഴയ സ്വർണം എടുത്തത് എന്ത് ചെയ്തു കട്ടള, അത് അതേ രൂപത്തിൽ മാറ്റിയോ, ഇറ്റലിയിൽ കൊണ്ടുപോയോ, ഈജിപ്തിൽ കൊണ്ടുപോയോ, എവിടെയാണ് അത് കൊണ്ടുപോയത്, അത് ഏത് രൂപത്തിലാണ് മാറ്റിയത് എന്നുള്ളത് അറിയണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതോ കൊണ്ടുവന്നപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണോ കൊണ്ടുവന്നിരിക്കുന്നത്, ഒറിജിനൽ ആണോ കൊണ്ടുവന്നിരിക്കുന്നത്, എന്താണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വളരെ കൃത്യമായി അറിയണം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ആയിരുന്നിപ്പോണ്ട് നമ്മുടെ SIT ഇന്നിപ്പോണ്ട്. അപ്പോൾ SIT ഇന്നിപ്പോൾ ശബരിമലയിലുണ്ട്. SIT ശബരിമലയിൽ, ED ദേവസ്വം ബോർഡിൽ. എത്ര പരിതാപകരമാണ്, എത്ര സങ്കടകരമാണ്, എത്ര ഖേദകരമാണ്, എത്ര കഷ്ടമാണ്, എത്ര പ്രതിഷേധാർഹമാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്.
ഗതികേടാണ്, ഒരു ജനതയുടെ, ഒരു സമൂഹത്തിൻ്റെ, ഹൈന്ദവ സമാജത്തിൻ്റെ ഗതികേടാണ്. ക്ഷേത്രത്തിൽ കൊള്ളയടിച്ചതിൻ്റെ പേരിൽ ക്ഷേത്രത്തിലെ കൊടിമരം മുതൽ 18-ാം പടി മുതൽ വാജീവാഹനം മുതൽ സകലതും എടുത്തുകൊണ്ട് പോയി തന്ത്രിയും മന്ത്രിയും വേണ്ടപ്പെട്ടവരെല്ലാം അവരവർക്ക് കിട്ടിയതെല്ലാം കയ്യിലെടുത്തുകൊണ്ട് ഉത്സവപ്പറമ്പിൽ ഉത്സവം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഉത്സവത്തിനിടയ്ക്ക് ലൈറ്റ് അണയുമ്പോൾ, അവിടെ പരിപാടിക്കിടയിൽ ലൈറ്റ് അണയുമ്പോൾ കൈ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് പോകും. തീ പിടിക്കുമ്പോൾ വാഴ വെട്ടും എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇത് വളരെ കൃത്യമായി വാഴ വെട്ടി കൊലയും വാഴത്തടയും എല്ലാം എടുത്തുകൊണ്ട് പോകുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് വളരെ ഗുരുതരമാണ്. ശബരിമലയിൽ അത് നടക്കുകയാണ്, നടന്നു കഴിഞ്ഞു. അതിനെതിരെ ഇപ്പോൾ ജയശ്രീയുടെ വീട്, ജയശ്രീ സെക്രട്ടറിയാണ്, അവരാണ് നമ്പർ 1 കൾപ്രറ്റ് സ്ത്രീയാണ്. സ്ത്രീകൾക്ക് അപമാനമാണ്. ആ സ്ത്രീ വലിയ കുറിയൊക്കെ ഇട്ട് 5 വിരലിൽ മോതിരം ഇട്ട് 10 വിരലിൽ മോതിരം ഇട്ട് വളയൂട്ടൊക്കെ നടന്നാൽ മതി. അവർക്ക് മക്കളില്ലേ, ഭർത്താവില്ലേ? ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ നമുക്കറിയില്ല. മക്കളില്ലേ, കുടുംബമില്ലേ? ഇവർക്ക് എന്താണ് ഈ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം? അയ്യപ്പൻ്റെ സ്വത്തെടുത്ത് അടിച്ച് തിന്ന് അതിൽ വീട്ടിൽ കൊണ്ടുപോയി ബാക്കിയുള്ളവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ ദഹിക്കുന്നത്? എങ്ങനെയാണ് അയ്യൻ്റെ സ്വത്തെടുത്തുകൊണ്ട് പോയി കളിക്കാൻ കഴിയുന്നത്? പാവപ്പെട്ട ആളുകൾ, കഷ്ടപ്പെട്ട ആളുകൾ വീടുകളിൽ നിന്ന് അവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഓരോ നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി അവർ കൊടുത്തു വിടുന്ന ദക്ഷിണയും അവർ കൊടുത്തു വിടുന്ന അയ്യപ്പന് കൊടുക്കുന്ന കാണിക്കയുമാണ് ഇങ്ങനെ കൊള്ള ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് എടുത്താണല്ലോ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, അല്ലാതെ വെളിയിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്തൻ്റെ സംഭാവനയാണ്. ഇപ്പോൾ കൊടിമര സംഭാവന ചെയ്തത് 3.5 കോടി രൂപ ഒരു ഭക്തനാണ് സംഭാവന ചെയ്തത്. വിജയമല്യാണ് അവിടെ വേറെ കുറച്ച് കട്ടളയ്ക്കുള്ള സംഭാവന കൊടുത്തത്. ഏതെങ്കിലും ഭക്തൻ്റെയോ ഒരു കൂട്ടം ഭക്തരുടെയോ സംഭാവനയായും കാണിക്കയായും സമർപ്പണമായും വരുന്ന തുകയാണ് ഈ അടിച്ചു മാറ്റി ശുദ്ധമായ തോന്നിയവാസം കാണിച്ചിരിക്കുന്നത്. ഇത് പുറക്കാവുന്നതല്ല. അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുമോ എന്നല്ല അറിയേണ്ടത്, അറസ്റ്റ് ചെയ്ത് കൃത്യമായി ചോദ്യം ചെയ്യണം. PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുമോ എന്നല്ല സംശയിച്ചുകൊണ്ട് സമൂഹം നിൽക്കേണ്ടത്, അറസ്റ്റ് ചെയ്ത് കൃത്യമായി ചോദ്യം ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട ആരുണ്ടെങ്കിലും അവരെ വെറുതെ പോയൊരു മൊഴിയെടുത്താൽ പോരോ, അവരെ അറസ്റ്റ് ചെയ്ത് അവരെ വളരെ കൃത്യമായി അവരെ തെളിവെടുപ്പ് നടത്തി അവരിൽ നിന്ന് വിവരങ്ങളെടുത്ത് പൊതുസമൂഹത്തിന് കൊടുക്കണം. അത് പൊളിറ്റിക്കൽ ലീഡർമാർ അതിനകത്തുണ്ടെങ്കിലും, ബ്യൂറോക്രാറ്റിക് ലീഡർമാരുണ്ടെങ്കിലും, സെലിബ്രിറ്റിക് ലീഡർമാരുണ്ടെങ്കിലും, ആരുണ്ടെങ്കിലും. ഇനി ജയറാമിനെ ഒന്നുകൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ജയറാമിൻ്റെ വീട്ടിലുണ്ടാകുന്ന വീരമണിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ പിന്നെ മറ്റ് നടന്മാരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. വേറെ ചില BJP ആളുകളുടെ പേരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങുന്നുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, പക്ഷേ അത് ആധികാരികമാണോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും അങ്ങനെയുണ്ടെങ്കിൽ അതും ചോദ്യം ചെയ്യപ്പെടണം. ആരുടെയെന്നല്ല, ആരെല്ലാം ഈ സ്കാമിൽ വന്നിട്ടുണ്ടോ, ഗോൾഡ് സ്കാമിൽ വന്നിട്ടുണ്ടോ, മുഴുവൻ പേരെയും ചോദ്യം ചെയ്യണം. അതുപോലെ തന്നെ ആടിയ ശിഷ്ട നെയ്യ് പോലുള്ള, തേങ്ങ പോലുള്ള മറ്റ് ഇപ്പം ലാറ്റിൻ്റെ കഥ അടക്കമുണ്ടാവും ശബരിമലയിൽ. ബാക്കി കൊള്ളകളുണ്ട്, റെസിപ്റ്റിൽ എല്ലാ കൊള്ളകളുണ്ട്. അത് കൊള്ള എന്നുള്ള നിലയിൽ, അഴിമതി എന്നുള്ള നിലയിൽ വേറൊരു അന്വേഷണവും ശബരിമലയിൽ നടക്കണം. ഇത് കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്. കൃത്യമായി നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കടകംപള്ളിയെയും PS പ്രശാന്തിനെയും എന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് കാണാനാണ് ആളുകൾക്കൊരു താല്പര്യവും ക്യൂരിയോസിറ്റിയും.